ഹായ് നമസ്കാരം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു യാത്ര പരീക്ഷാ ഭവനിലേക്ക് പോയതിനെ കുറിച്ചിട്ട് പറയാനാട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന TVSൻ്റെ ഷോറൂമിലാണ് പോയത്, അങ്ങാടിപ്പുറം. അപ്പോൾ എൻ്റെ സ്കൂട്ടി ഒന്ന് കേട് വന്നിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഷോറൂമിൽ പോയി. അവിടെ കൊടുത്ത് വരുന്ന വഴി നമ്മൾക്ക് KSRTC കിട്ടി. അതിൽ ഞങ്ങൾ രാമനാട്ടരക്ക് കയറിയിട്ടോ. ഇപ്പോൾ മലപ്പുറം എത്തിയിട്ടുണ്ട്. അപ്പോൾ മലപ്പുറത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നിന്നപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ പോരുന്ന വഴി മലയാള മനോരമൻ്റെ എംബ്ലമാണ് ഈ കാണുന്നത്. കുന്നുമ്മലാണത്. ഇവിടെ നല്ല വ്യൂ ആണ്, നല്ല തിരക്കാണ് എപ്പോഴും കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ ആ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പറ്റാവുന്ന അത്ര വീഡിയോ ഞാൻ എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ രാമനാട്ടുകര എത്തി. രാമനാട്ടുകരയിൽ നിന്ന് നമ്മൾ വേറെ ബസ്സിലാണ് കയറിയത്. അപ്പോൾ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ രാമനാട്ടുകര ഫ്ലൈ ഓവറൊക്കെ കണ്ടില്ലേ, ഇതാണ് അവിടുത്തെ ഫ്ലൈ ഓവർ. റോഡ് പണി വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ പൊടിയും മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തേഞ്ഞിപ്പാലം എത്തി. അവിടുന്ന് ഒരു പപ്സും ചായയൊക്കെ കുടിച്ച് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തി. ഇതാണ്. അങ്ങനെ ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ക്രോസ് ചെയ്യാൻ തന്നെ വലിയ പാടായിരുന്നു കേട്ടോ. വലിയ റോഡ് പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ആംബുലൻസൊക്കെ പോയി. അങ്ങനെ നടന്ന് ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് തൊട്ടൊരു ഏരിയ മുഴുവൻ അവരുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ ഉണ്ട്. യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റാഫിൻ്റെ ഒരു ഓഫീസാണ് ഈ കാണുന്നത്. അങ്ങനെ പോയി. നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നു. പക്ഷേ ഓട്ടോക്ക് പോകേണ്ട ദൂരം ഉണ്ടായിരുന്നു. എങ്കിലും സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നടന്നിട്ടാണ് പോയത്. കാണുന്നിടത്തു നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ പരീക്ഷാ ഭവൻ്റെ അടുത്ത് എത്താറായി. ഇവിടുത്തെ ഈ സ്ഥലങ്ങൾ കണ്ടപ്പോൾ നമ്മളൊരു കൺട്രി പോലെ, ഒരു വിദേശത്തൊക്കെ പോയ പോലെ തോന്നി. നല്ല പ്ലേസാണ്, നല്ല നീറ്റായ സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കൊണ്ടു. കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. പറഞ്ഞ ഒരു ലോകം തന്നെയാണ്. എല്ലാ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയി. ഇവിടെ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടു. അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല, എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പരീക്ഷാ ഭവനിൽ എത്തിട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇവിടെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത്. അപ്പോൾ അവരുടെ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ അവർ സ്റ്റുഡൻസ് ഹബ്ബ് എന്നില്ല, സർവീസ് സ്റ്റുഡൻസ് ഹബ്ബ് എന്നുള്ളത് കാണിച്ചു തന്നു. അവിടെ ഞങ്ങൾ ഫോമും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെയിറ്റിങ്ങിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അവിടെ തൊട്ടടുത്തൊരു മാളുണ്ടായിരുന്നു. അത് കൂടെ ഒക്കെ ഒന്ന് വെറുതെ ചുറ്റിക്കറങ്ങി. സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല, എന്നാലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഒരു ഒക്കെ കണ്ടു. കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കൊണ്ടു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അതിൻ്റെ താഴെ ലിഫ്റ്റിൽ പോരുന്ന സമയത്ത് എടുത്ത ഫോട്ടോസാണത്. പിന്നെ ഞങ്ങളൊരു ഷവർമയൊക്കെ കഴിച്ച് വീണ്ടും KSRTC വന്ന ടൈമിൽ, നമ്മൾ ആനവണ്ടി എന്ന് പറയാമല്ലോ, അങ്ങനെ വന്ന ടൈമിൽ പെരിന്തൽമണ്ണയിലേക്ക് യാത്ര തിരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.